സ്തുതി പാടാം, എന്നീശുവിനെ ഉള്ളതിലെന്നും പാടാം. നന്ദിയ സ്തുതി പാടാം, എന്നീശുവിനെ ഉള്ളതിലെന്നും പാടാം. നല്ലവൻ നല്ലവൻ യേശു നല്ലവൻ, ഇന്നുമെന്നും മതിയായവൻ. നല്ലവൻ നല്ലവൻ യേശു നല്ലവൻ, ഇന്നുമെന്നും മതിയായവൻ. നന്ദിയ സ്തുതി പാടാം, എന്നീശുവിനെ ഉള്ളതിലെന്നും പാടാം. നന്ദിയ സ്തുതി പാടാം, എന്നീശുവിനെ ഉള്ളതിലെന്നും പാടാം. യെരിഹോ മതിലുകൾ മുന്നിൽ വന്നാലും യേശുവിന്റെ മുന്നിൽ പോകുന്നു. യെരിഹോ മതിലുകൾ മുന്നിൽ വന്നാലും യേശുവിന്റെ മുന്നിൽ പോകുന്നു. തകർന്നിടവേ പകരിടവേ, തുതികളാൽ തകർന്നു വീഴും. തകർന്നിടവേ പകരിടവേ, തുതികളാൽ തകർന്നു വീഴും. സ്തുതി പാടാം, സന്തോഷത്തോടെ യേശുവിനെ ഉള്ളതിലെന്നും പാടാം. നന്ദിയ സ്തുതി പാടാം, യേശുവിനെ ഉള്ളതിലെന്നും പാടാം. ചെങ്കടൽ സമമായ ശോധനകളിൽ ദൂതന്മാരിൽ മുന്നേ പോകുന്നു. ചെങ്കടൽ സമമായ ശോധനകളിൽ ദൂതന്മാരിൽ മുന്നേ പോകുന്നു. വിശ്വാസത്തോടെ ആരാധിക്കുമ്പോൾ ചെങ്കടൽ പിളർന്നു മാറിടും. വിശ്വാസത്തോടെ ആരാധിക്കുമ്പോൾ ചെങ്കടൽ പിളർന്നു മാറിടും. നന്ദിയ സ്തുതി പാടാം, യേശുവിനെ ഉള്ളതിലെന്നും പാടാം. നന്ദിയ സ്തുതി പാടാം, യേശുവിനെ ഉള്ളതിലെന്നും പാടാം. ദേഹം ദേഹി ആത്മാവും തളർന്നിടും വേളയിലും. ദേഹം ദേഹി ആത്മാവും തളർന്നിടും വേളയിലും. സ്തുതിഗീതങ്ങൾ പാടിടുവാൻ കർത്താവ് വേഗം നൽകിടും. സ്തുതിഗീതങ്ങൾ പാടിടുവാൻ കർത്താവ് വേഗം നൽകിടും. നന്ദിയ സ്തുതി പാടാം, യേശുവിനെ ഉള്ളതിലെന്നും പാടാം. നന്ദിയ സ്തുതി പാടാം, യേശുവിനെ ഉള്ളതിലെന്നും പാടാം. യെരിഹോ മതിലുകൾ മുന്നിൽ വന്നാലും യേശുവിന്റെ മുന്നിൽ പോകുന്നു. യെരിഹോ മതിലുകൾ മുന്നിൽ വന്നാലും യേശുവിന്റെ മുന്നിൽ പോകുന്നു. തകർന്നിടവേ പകരിടവേ, തുതികളാൽ തകർന്നു വീഴും. തകർന്നിടവേ പകരിടവേ, തുതികളാൽ തകർന്നു വീഴും. ഹല്ലേലൂയ. സ്തുതി പാടാം, യേശുവിനെ ഉള്ളതിലെന്നും പാടാം. നന്ദിയ സ്തുതി പാടാം, യേശുവിനെ ഉള്ളതിലെന്നും പാടാം. ദേഹം ദേഹി ആത്മാവും അനുഭവിച്ചറിഞ്ഞോ. ദേഹം ദേഹി ആത്മാവും തളർന്നിടും വേളയിലും. സ്തുതിഗീതങ്ങൾ പാടിടുവാൻ കർത്താവ് ബലം നൽകിടും. സ്തുതിഗീതങ്ങൾ പാടിടുവാൻ കർത്താവ് ബലം നൽകിടും. നന്ദിയ സ്തുതി പാടാം, യേശുവിനെ ഉള്ളതിലെന്നും പാടാം. നന്ദിയ സ്തുതി പാടാം, യേശുവിനെ ഉള്ളതിലെന്നും പാടാം.
വിശ്വാസത്തോടെ ആജ്ഞാപിക്കുമ്പോ ഞങ്ങൾ പിളർന്നു മാറിടും. യേശുവിന്റെ നാമത്തിൽ സഭാപ്രസംഗി 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴെയുള്ള സകല കാര്യത്തിനും ഒരു കാലം ഉണ്ട്. ജീവവചനത്തിന്റെ ധ്യാന ചിന്തയിലെ എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഏവരെയും ഇന്ന് പകലിൽ സർവശക്തനായ ദൈവം തൻ്റെ കൃപ പകർന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. സമയവും കാലവും നിശ്ചയിച്ചിട്ടുണ്ട് എന്നൊരു വിഷയമാണ് നാം ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുന്നത്. കൂടപ്പിറപ്പുകളെ, സമയം, കാലം എന്നിവകൾ നാം അധിവസിക്കുന്ന ഈ ഭൂമിയിൽ മാത്രമുള്ളതാണ്. പാഴും ശൂന്യവുമായിരുന്ന ഭൂമിയിൽ വെളിച്ചം പകരുവാൻ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായി എന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. ഭൂമിയെ മൂടിയിരുന്ന ഇരുട്ടിൽ വെളിച്ചവും വ്യാപരിച്ചു. വെളിച്ചത്തെയും ഇരുട്ടിനെയും തമ്മിൽ ദൈവം വേർപിരിച്ചു. അപ്പോൾ മുതൽ സമയമുണ്ടായി. സമയവും കാലവും മനുഷ്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. മനുഷ്യന് വേണ്ടിയാണ് സമയം ഉണ്ടാക്കപ്പെട്ടത്. ഭൂമിയുടെ പരപ്പിലുള്ള സകലത്തിനും ദൈവം ഒരു സമയം നിശ്ചയിച്ചിരിക്കുന്നു. സമയം മനുഷ്യന് ദൈവം നൽകിയ ദാനമാണ്. ഈ ദാനത്തിൻ്റെ വില തിരിച്ചറിയുന്നവർ ഭാഗ്യവാന്മാരാണ്. അവർ തൻ്റെ മുൻപിലുള്ള സമയം തക്കത്തിന് ഉപയോഗിക്കും. ദൈവത്തിൻ്റെ പ്രിയമക്കൾ തങ്ങളുടെ മുൻപിൽ ലഭിച്ചിരിക്കുന്ന സമയം തക്കത്തിന് ഉപയോഗിക്കാൻ നിയമിതരാണ്, നിയോഗമുള്ളവരാണ് എന്ന് മറന്നു പോകരുത്. പ്രിയരെ, എല്ലാറ്റിനും ഒരു സമയമുണ്ട്, സകല കാര്യത്തിനും ഒരു കാലമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നു. ജനനത്തിനും മരണത്തിനും സമയം നിശ്ചയിച്ചിരിക്കുന്നു. ഇതിനിടയ്ക്കുള്ള സമയത്തിനെ ആയുസ് എന്ന് പറയുന്നു. ആയുസ് അത് എത്രയെന്ന് ആർക്കും അറിയില്ല. ഒരു മനുഷ്യന്റെ ഭൂമിയുടെ പരപ്പിലെ ജനനത്തിനും അവന്റെ മരണത്തിനും ഇടയ്ക്കുള്ള സമയം, ആയുസ്, ഒരുവന്റെ ആയുസ് എത്രയെന്ന് ആർക്കും അറിയില്ല. അതാർക്കും കണ്ടുപിടിക്കാനാവില്ല, ആർക്കും നിശ്ചയിക്കുവാനുമാവില്ല. മനുഷ്യനല്ല സമയം നിശ്ചയിക്കുന്നതും ആയുസ്സിന്റെ ദിനങ്ങൾ തീരുമാനിക്കുന്നതും. അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. അത് സൃഷ്ടിതാവിൻ്റെ തീരുമാനമാണ്. എന്നാൽ മനുഷ്യന്റെ ഭൂമിയുടെ പരപ്പിലെ സമയം വളരെ ക്ഷണികമാണ്. ആ ക്ഷണിക സമയം നന്നായി വിനിയോഗിക്കുന്ന ബുദ്ധിമാൻ ആകാൻ ദൈവം തൻ്റെ മനുഷ്യനിൽ പ്രതീക്ഷ വച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിയാണ് ഒരു യഥാർത്ഥ കർത്തൃശിഷ്യൻ. ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് തൻ്റെ ജീവിത കാലഘട്ടത്തിൽ പ്രതികരിക്കുകയും അനുസരിക്കുകയും സന്തോഷത്തോടെ ആത്മാവിനാൽ നയിക്കപ്പെടുകയും ചെയ്യുന്നവൻ, അവൻ ദൈവത്തിന് പ്രിയനും വിലയേറിയവനും മാന്യനുമാണ് എന്ന് തിരുവചനം ഓർപ്പിക്കുന്നു. അവൻ്റെ ജീവിതത്തിൽ അവനൊരു മുൻഗണനാക്രമം ഉണ്ടാക്കിയവനും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനുമാണ്. അവൻ്റെ സമയം, അവൻ്റെ ദിനങ്ങൾ അവൻ എണ്ണുന്നവനാണ്. സമയത്തിൻ്റെ വിനിമയം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണല്ലോ. അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ശക്തമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ. ദൈവത്തിൻ്റെ ദാനമായ സമയം ദൈവനാമ മഹത്വത്തിനായി, ആത്മാക്കളുടെ രക്ഷയ്ക്കായി, ദൈവസഭയുടെ അഭിവൃദ്ധിക്കായി, കൂട്ടായ്മയുടെ അനുഗ്രഹത്തിനായി, നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കായി നാം ശരിയായി വിനിയോഗിക്കുന്നുവെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. നാം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാൻ യോഗ്യതയുള്ളവരെന്ന് കണ്ടെത്തി ദൈവം പുതിയ പുതിയ നിയമനങ്ങൾ, നിയോഗങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നവരായിത്തീരും. മറിച്ചാണെങ്കിൽ ദൈവം നമുക്ക് തരുന്ന സമയം, നമുക്ക് ദൈവം ദാനമായി തരുന്ന ആയുസ്സിൻ്റെ നല്ല ദിനങ്ങൾ, ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ,
ദൈവനാമ മഹത്വത്തിനായി, ആത്മാക്കളുടെ രക്ഷയ്ക്കായി, ദൈവസഭയുടെ അഭിവൃദ്ധിക്കായി, കൂട്ടായ്മയുടെ ഐക്യതയ്ക്കായി, കൂട്ടായ്മയുടെ അനുഗ്രഹത്തിനായി, നമ്മുടെ ഓരോരുത്തരുടെ ആത്മീയ വളർച്ചയ്ക്കായി നാം ശരിയായി വിനിയോഗിക്കുന്നില്ലെങ്കിൽ നാം പാപം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയണം. നമ്മുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ തീരുകയില്ല എന്നുള്ള, ഇനി എത്രയോ വർഷങ്ങൾ, എത്രയെത്ര കാലങ്ങൾ മുൻപിൽ കിടക്കുന്നു എന്ന ഭാവത്തിൽ നാം ഒരിക്കലും അലസരായി കഴിയരുത്. അങ്ങനെയുള്ളവനെ തിരുവചനം മൂഢ എന്ന് വിളിക്കുന്നുണ്ട് എന്ന തിരുവചന ഭാഗത്തിൽ നിന്ന് വ്യക്തമാകുന്നു. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഏറിയ നാളുകളത്തേക്ക് എനിക്കുണ്ട് എന്ന് ഹൃദയത്തിൽ കരുതിയവനെ കർത്താവ് വിളിച്ചത് മൂഢ എന്നുള്ള ഒരു പദമാണ്. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മാഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നിന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്. നിങ്ങളോ വമ്പു പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. നമുക്കറിയാം, യാക്കോബിന്റെ ലേഖനത്തിലുള്ള വാക്യങ്ങളാണ് ഈ അർത്ഥസമ്പുഷ്ടമായ ഏറിയ ശക്തമായ മുന്നറിയിപ്പ് തരുന്ന ആ വേദഭാഗങ്ങൾ. നമ്മുടെ ജീവിതത്തിലെ മുൻഗണന എന്തിനു വേണ്ടിയുള്ളതാണ്? ദൈവഭയമുള്ളവരുടെ ജീവിത കാലഘട്ടത്തിലെ ആ നല്ല ദിനങ്ങളെ വളരെയേറെ സൂക്ഷ്മതയോടെ എണ്ണുവാനും സൂക്ഷ്മതയോടെ തന്നെ ജീവിതം നയിക്കുവാൻ, ജീവിത നടക്കുവാൻ നോക്കണം എന്ന് പൗലോസ് അപ്പോസ്തലൻ എഫെസ്യയിലെ സഭയോട്, ദൈവമക്കളോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത് പ്രിയരെ നമുക്കും ബാധകമാണ്. നമ്മുടെ മുൻപിൽ ശേഷിക്കുന്ന സമയത്തെ തക്കത്തിൽ നാം ഉപയോഗിക്കുന്നവരായി തീരണം. നാം അതിന് താല്പര്യപ്പെടുന്നുവെങ്കിൽ വ്യക്തവും ശക്തവുമായ ഒരു മുൻഗണന ജീവിതത്തിൽ ഉളവാക്കപ്പെടണം. ഒരുവന്റെ ജീവിതത്തിലെ മുൻഗണന ഏതിനോ അത് നോക്കി അവനൊരു ദൈവ പൈതലാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയും. യഥാർത്ഥ ദൈവവചന സ്നേഹികളായവർ തങ്ങൾക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആ ദിവസത്തേക്ക് ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവനായിരിക്കണം. അവൻ കർത്താവ് പഠിപ്പിച്ചതിൻ പ്രകാരം മുൻപേ കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന അനുഭവം പ്രാപിച്ചവരായിരിക്കും. കൂടപ്പിറപ്പുകളെ, നമ്മുടെ സമയം എങ്ങനെയാണ് നാം വിനിയോഗിക്കുന്നത്? നമ്മുടെ മുൻഗണനകൾ എന്തൊക്കെയാണ്? നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്കോ അതോ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾക്കോ നമ്മുടെ സമയം നാം ഏറിയ അളവിൽ ചിലവഴിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുമ്പോൾ, ഇന്ന് പ്രഭാതത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ദിനങ്ങളിൽ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി അതൊന്ന് കണ്ടെത്താൻ, ഒന്ന് പരിശോധിച്ചറിയുവാൻ ഒന്ന് താല്പര്യപ്പെടുക. മുൻഗണന നാം കൊടുത്തിരിക്കുന്നത്, നാം എന്തിനൊക്കെയാണ് മുൻഗണന കൊടുത്തിരിക്കുന്നത് എന്ന് കണ്ടെത്തണം. നമ്മുടെ മുൻഗണന ദൈവിക കാര്യങ്ങൾക്കായി തീരട്ടെ. ആരാധനയ്ക്ക്, പ്രാർത്ഥനയ്ക്ക്, ഉപവാസത്തിന്, ബൈബിൾ ക്ലാസ്സിന്, വചനം വായിച്ച് ധ്യാനിക്കുന്നതിന്, വചനം സുവിശേഷം പറയുന്നതിന്, കൂട്ടായ്മ ആചരിക്കുന്നതിന്, കൂട്ടുവിശ്വാസികളുമായുള്ള കൂട്ടായ്മ ബന്ധം നിലനിർത്തുന്നതിനൊക്കെ ദൈവവചനപ്രകാരം ഉപദേശിക്കുന്ന സകല കാര്യങ്ങൾക്കും നാം ഏറിയ പ്രാധാന്യം കൊടുക്കുക. നമ്മുടെ ഏറിയ സമയം നമ്മുടെ ആത്മീയ വർധനവിന് വേണ്ടിയും നമ്മുടെ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിനു വേണ്ടിയും നിത്യതയിലെ പ്രതിഫലം നമുക്ക് ഉളവാകുന്നതിനു വേണ്ടിയും ചെലവഴിക്കുകയും ചെയ്യുവാൻ നാം ഇന്ന് പകലിലും തുടർന്നുള്ള ജീവിത നാളുകളിലും ശ്രമിക്കുന്നവരായി തീരണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിൻ്റെ കേൾവിയാൽ നമ്മളെ പ്രബോധിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അതിന് നമ്മളെ നയിക്കാൻ താല്പര്യപ്പെടുന്നു. കൂടപ്പിറപ്പിൽ അതിനുവേണ്ടി നാം ശ്രമിക്കുന്നവരായി തീരുക. ഇന്ന് പകൽ നമ്മുടെ ജീവിതം അതിൻ പ്രകാരം നയിക്കുവാൻ നമുക്ക് സമർപ്പിക്കാം. തുടർന്നുള്ള നാളുകൾ അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, ഈ നല്ല ദിവസം പ്രഭാതത്തിൽ
കർത്താവിൻ്റെ പാദപിടുത്തങ്ങളിലേക്ക് അടുത്തു വന്നിരുന്ന് തിരുവചനം വായിച്ച് ധ്യാനിക്കുവാൻ, ആ മനോദരത്തിലെ നല്ല സന്ദേശങ്ങൾ ശ്രദ്ധിക്കുവാൻ, കേൾക്കുവാൻ നൽകിത്തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ഈ വചനം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, പതിവായി സ്ഥിരമായി മുടങ്ങാതെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മക്കൾ, വല്ലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നവർ, ആദ്യമായി കേൾക്കുന്നവർ, ഇനി ഈ വചനം കേൾക്കുവാനുള്ളവർ, എല്ലാവരും ഈ വചനത്തിൻ്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ ഒരു മുൻഗണനാക്രമം നിശ്ചയിക്കുന്നവരാകാൻ, ആത്മീയ വർധനവിന് വേണ്ടി, കൂട്ടായ്മയുടെ ബലത്തിനു വേണ്ടി, സ്വർഗത്തിൽ പ്രതിഫലം വർദ്ധിക്കേണ്ടതിനു വേണ്ടിയൊക്കെ മുൻഗണന കൊടുത്തുകൊണ്ട് പ്രയത്നിക്കുന്നവരായി തീരുവാൻ, പ്രവർത്തിക്കുന്നവരായി തീരുവാൻ എല്ലാവരെയും സഹായിക്കണമേ. സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ എല്ലാവരെയും പ്രാപ്തരാക്കണം. ഇന്നിൻ്റെ പകൽ നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അപ്പ ചില മറുപടികളും വിടുതലുകളും കൊടുത്ത് അനുഗ്രഹിക്കണം. മറ്റു ചിലരോട് സുവിശേഷം പറയാൻ യേശുവിനെ ചിലർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ നിന്റെ മക്കളെ അഭിഷേകത്താൽ നിറച്ചുപയോഗിക്കണം. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. യേശുവിന്റെ മുന്നിൽ പോകുന്നു. മുന്നിൽ വന്നാലും യേശുവിന്റെ മുന്നിൽ പോകുന്നു. പകരിടമേ പകരിടമേ തുതികള തകർന്നു വീഴും. പകരിടമേ പകരിടമേ തുതികള തകർന്നു വീഴും. ഹല്ലേലൂയ. സ്തുതി പാടാ യേശുവിന്റെ ഉള്ളത്തിലെന്നും പാടാ. സ്തുതി പാടാ യേശുവിന്റെ ഉള്ളത്തിലെന്നും പാടാ. ദേഹം ദേഹി ആത്മാവും അനുഭവിച്ചറിഞ്ഞവോ. ദേഹം ദേഹി ആത്മാവും നടന്നിടും വേളയിലും സ്തുതിഗീതങ്ങൾ പാടിടുവാൻ കർത്താവ് ബലം നൽകിടും. ഗ്ലോറി. സ്തുതിഗീതങ്ങൾ പാടിടുവാൻ കർത്താവ് ബലം നൽകിടും. സ്തുതി പാടാ യേശുവിനെ